ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആനങ്കൂർ ഭാഗത്തു നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഈ ഒരു ലോറി വരുന്ന വഴി അങ്ങ് ശ്രദ്ധിച്ചോ? വളരെ മോശമായിട്ടാണ് ഈ ഒരു റോഡ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് കാരണം കൂടി നമ്മുടെ ഈ റോഡിൻ്റെ ഒരു പ്രോഗ്രസ് തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് നേരെ കാസർഗോഡ് ഭാഗത്തോട്ടാണ് പോവേണ്ടത്. നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗുഹയുണ്ടല്ലോ, ഇത് നമുക്ക് അപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഹയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു സമ്മർ കാലങ്ങളിൽ നമ്മുടെ കാസർഗോഡിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാട്ടി തന്നിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മഴേൻ്റെ സമയമായത് കൊണ്ടാണ് വീണ്ടും ഒരു ഷൂട്ടിംഗ് കൂടി ഞാൻ നടത്തുന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ ബേക്കലംകോട്ട എക്സ്പ്ലോറിങ് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നാമ്പുറം ഭാഗത്ത് നിന്ന് തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോഴുള്ളത്.
ഈ ഒരു ഭാഗത്ത് മറിഞ്ഞു നിന്നുകൊണ്ടൊക്കെയാണ് കടൽ മാർഗം വരുന്ന ശത്രുക്കളെ കാണാറുള്ളത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ. നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാം. മച്ചാന്മാരെ, ഏവർക്കും എൻ്റെ ഒരു കുഞ്ഞൻ എക്സ്പ്ലോറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ബേക്കലംകോട്ട. നമ്മുടെ ബേക്കലംകോട്ട എക്സ്പ്ലോറിങ്ങിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബേക്കലംകോട്ട എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നാമ്പുറം. മംഗലാപുരം ഭാഗത്തു നിന്നും ഒരു ട്രെയിൻ വന്നതായി നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, ഇത് തളങ്കര ഭാഗത്തോട്ട് പോകുന്ന റൂട്ടാണ്. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലൂടെ ഇവിടുന്ന് കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടുന്ന് ഒന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നേരെ പോയി മാലിക് ദിനാർ ദർഗയുടെ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് എത്തിച്ചേരും. അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള ഈ ഒരു റോഡിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. കൂടാണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ടെമ്പിള് വെങ്കിട്ടരാമന ടെമ്പിളാണ്. കാസർഗോഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളും കൂടിയാണിത്. കൂടാതെ ഇത് കൊങ്ങിണി വിഭാഗത്തിൽ പെട്ടവരുടേതായിട്ടുള്ള ഒരു ടെമ്പിൾ. നിങ്ങൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന ലോറി കണ്ടോ, തമിഴ്നാട് രജിസ്ട്രേഷനാണ്. അതായത് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്ത്. ഇത് ഈ ബിൽഡിങ്ങിൽ നിന്നാണ് ഒരുപാട് പെപ്സികളും കാര്യങ്ങളൊക്കെ കയറ്റി മതി ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ താളങ്ങാടി ക്ലോക്ക് ടവർ. എന്തായാലും നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവർ നല്ലപോലെ പൈൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഒരുപാട് പഴയതായിട്ടുള്ള കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കുറേ ഈ ഒരു ഭാഗത്തുള്ള പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊളിക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വന്ന് ആ ഒരു ഭാഗത്തോട്ടായിട്ട് മാർക്ക് വരെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എത്രയോ വർഷങ്ങൾ 100-150 വർഷമൊക്കെ പഴക്കമുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തും ആ ഭാഗത്തുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. SRTC റൂട്ടിലൂടെ നമ്മൾ പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയിലാണ് എനിക്ക് ഈ ഒരു കുറച്ച് കുടകളും കാര്യങ്ങളൊക്കെ കണ്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടിക്കണം? ഇതാണ് നമ്മുടെ മഹബൂബ് റോഡിലൂടെ വരുന്ന വൺ വേ ആ ഒരു ജംഗ്ഷൻ. ഇവിടുന്ന് നേരെ ഇടതുവശത്തോട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമ്മുടെ പഴയ കാലത്തുള്ള നമ്മുടെ CTM പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒന്ന് CTM പെട്രോൾ പമ്പിൻ്റെ അകത്തോട്ട് കയറിയിട്ട് കുറച്ച് ഡീസൽ വണ്ടിക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. നിലവിൽ ഈ ഒരു ഭാഗത്തോട്ട് ഒരുപാട് ഓട്ടോ സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലൂടെ ഞാൻ നേരെ കട്ട് ചെയ്ത് നമ്മുടെ CTM പെട്രോൾ പമ്പിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. ഇവിടുന്ന് കുറച്ചും ഡീസൽ നമ്മളെ വണ്ടിക്ക് അടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഭാഗത്തോട്ട് എനിക്ക് മനസ്സേക്കൊരു സമാധാനമില്ല. അത് കാരണം ഞാൻ അപ്പുറത്തെ ആ ഒരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ പോകുന്നുള്ളത്. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഞാൻ സമാധാനമില്ലാത്ത ആ ഒരു ഭാഗത്തോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്ന് നേരെ നമുക്ക് വലതുവശത്തോട്ട് തിരിയേണ്ടതായിട്ടുണ്ട്. അതിന് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുള്ളത്. ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും ഒന്നും നോക്കണ്ട, ഇവിടെ നമുക്ക് നേരെ റൈറ്റിലോട്ട് കയറാം. നമ്മുടെ കാസർഗോഡ് പുലിക്കുന്ന് എന്നറിയപ്പെടുന്ന എത്ര സ്ഥലങ്ങളാണ് ഉള്ളത്? നമ്മളിൽ പലവരും പുലിക്കുന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഹാളിൻ്റെ ഒരു ഭാഗത്ത്, പ്രസ് ക്ലബ്ബ് ഭാഗത്ത് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക്, പിന്നെ അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് എല്ലാ ഭാഗത്തേക്ക് പോകുന്ന കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
മുനിസിപ്പാലിറ്റി ഭാഗത്തോട്ട് ഉള്ള പുലിക്കുന്നല്ലാതെ ഈ ഒരു ഭാഗത്തോട്ട് ഇടതുവശത്തായിട്ടും ഒരു പുലിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ ഓവർടേക്ക് ചെയ്തു പോയ ഈ ഒരു കാറ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്രത്തോളം റോങ്ങിലാണ് ആ ഒരു കാറ് ഡ്രൈവർ കട്ട് ചെയ്തിട്ടുള്ളത്. കൂടാണ്ട് ഒരു സ്ത്രീയും കൂടിയാണ്. ചന്ദ്രഗിരി പാലത്തിന് തൊട്ട് സമീപത്തുള്ള നമ്മുടെ ഈ ഒരു സൈൻ മോട്ടോഴ്സ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 3 വീലറും 2 വീലറൊക്കെ ലഭ്യമാണ്. ചന്ദ്രഗിരി പാലം കടന്നു പോകുന്ന ഈ ഒരു യാത്രയിൽ നമ്മുടെ ചന്ദ്രഗിരിയെ ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് വളരെ മോശമാവും. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ടത് കാരണം ഈ ഒരു ഭാഗത്തോട്ടായിട്ട് എൻ്റെ വണ്ടി ഞാനൊന്ന് ഒതുക്കി നിർത്തി. ഈ ഒരു ഭാഗത്തോട്ടായി ചന്ദ്രഗിരി പുഴയുണ്ട് എന്നുള്ള സൂചിപ്പിക്കുന്ന ബോർഡ് ശരിക്കും പറഞ്ഞാൽ കാട് പിടിച്ച് മറഞ്ഞിടക്കുകയാണ്. നമ്മുടെ ഈ ഒരു കാസർഗോഡിലെ ചന്ദ്രഗിരി പുഴ അറബിക്കടലിൽ നിന്നും 8 കിലോമീറ്റർ പരിസരത്താണ് സ്ഥിതി എന്നുള്ളത്. ഈ ഒരു ചന്ദ്രഗിരിയുടെ ഒഴുക്കുകൾ പോലും നമ്മുടെ അറബിക്കടലിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ചന്ദ്രഗിരിയുടെ കാഴ്ചയെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. അത് നേരെ കാഞ്ഞങ്ങാട് ഭാഗത്ത് കണ്ണൂർ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു റൂട്ടാണ്. നമുക്ക് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും 10 കിലോമീറ്റർ തൊട്ട് മുമ്പാണ് നമ്മുടെ ബേക്കലംകോട്ട. ചന്ദ്രഗിരി വഴി കാസർഗോഡ് ഭാഗത്തോട്ട് സർവീസ് നടത്തുന്ന KSRTC ആണ് നിങ്ങളിപ്പം ആ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട്. ഈ ഒരു യാത്രക്കിടയിൽ ഒരുപാട് ചുറ്റും തെങ്ങും തോപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാസർഗോഡ് പള്ളിക്കര ബീച്ചിന് മുൻവശമുള്ള നമ്മുടെ ഈ ഒരു ടെമ്പിളാണ് തൃക്കണ്ണാട് ടെമ്പിൾ. ഈ ഒരു മുൻവശത്തുള്ള ആ ഒരു കടലിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈ ഒരു ടെമ്പിളിന് വല്ലാത്തൊരു ഭംഗിയിലാക്കുന്നതായി നമുക്ക് കാണാം. ഒരുപാട് പ്രയത്നത്തിന് ശേഷം നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് നമ്മുടെ ബേക്കലംകോട്ടയുടെ ഫസ്റ്റ് സൈറ്റായിട്ടുള്ള മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് നേരെ റൈറ്റ് സൈഡിലോട്ട് തിരിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഇവിടെ നിന്ന് കാണാൻ. സ്വന്തം വാഹനങ്ങളുമായി ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടതുവശം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആവണം ഇതിൻ്റെ അകത്തോട്ട് കയറേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ട്രാൻസ്പോർട്ട് ഡിഫൈൻ ചെയ്ത് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നവരാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. കാരണം തൊട്ടടുത്താണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇവിടെ നിന്ന് മിനിമം 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബേക്കലംകോട്ടയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് അവർ ഇറക്കിത്തരും. ഈ ഒരു കാറ് കട്ട് ചെയ്ത് പോകുന്ന ഈ ഒരു സ്ഥലത്താണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. ഇതൊരു പേ പാർക്കിംഗ് കൂടിയാണ് കേട്ടോ. ഞാനിപ്പം നമ്മുടെ ബേക്കലംകോട്ടയുടെ മുൻവശത്തുള്ള പരിസരത്താണുള്ളത്. നമുക്കിവിടെ ഒരുപാട് ക്ലയൻറ്റുകൾ വന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. കൂടാണ്ട് ഇവിടെ ക്ലോക്ക് റൂം ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ്. നമ്മുടെ ഒരു ഇന്ത്യൻ പൗരന് 25 രൂപയും വിദേശന് 300 രൂപയാണ്. കൂടാണ്ട് 15 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ പാസും. ഇന്നത്തെ കൗണ്ടർ നമ്മുടെ ക്ലോക്ക് റൂമിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ളതും, രണ്ടാമത്തെ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അകത്തോട്ടുള്ള ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുള്ള കൗണ്ടർ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ടിക്കറ്റ് നമ്മൾ ഇവിടെയാണ് പ്രദർശിപ്പിക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹം അതിലൊരു പിന്നടിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ തിരിച്ചു നൽകും. ഇതിലെല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മെയിൻ എൻട്രൻസിൻ്റെ അകത്തോട്ടാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. ഇനി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടുത്തെ കാഴ്ചകൾ മാത്രം കണ്ടതിൽ കാര്യമില്ല. നമ്മുടെ ഈ കോട്ടയെ കുറിച്ചുള്ള കുറച്ച് അറിവുകളും കൂടി നമുക്കുണ്ടെങ്കിൽ അത് ഒന്നും കൂടി മനോഹരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഈ കോട്ടൻ്റെ അകത്തെ ഇൻചാർജ് മാനേജറായിട്ടുള്ള ഷെരീഫിൻ്റെ കയ്യിലാണ്.
ആ ഒരു ഭാഗത്തോട്ടാണ് ഷെരീഫുള്ളത്, ആ ഒരു കടയുടെ ഭാഗത്തോട്ട്. പിന്നീട് നമുക്കിവിടെ ഇതിനകത്തോട്ട് ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഐസ്ക്രീം പാർലറും കാര്യങ്ങളൊക്കെ. ഇതുപോലെ വിശ്രമിക്കാനുള്ള ഒരുപാട് ഇരിക്കാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ടുണ്ട്. പിന്നെ നമുക്ക് തൊട്ട് മുമ്പിൽ ഇടതുവശത്തായിട്ട് നല്ലൊരു മാവിൻ്റെ മരം കൂടി നമുക്ക് കാണാൻ കഴിയും. അതും ഇതിൻ്റെ അകത്തെ ഒരു ഭംഗി കൂട്ടുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടിയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചുറ്റിക്കറങ്ങി മടത്തി നമുക്ക് വിശ്രമിക്കാൻ ഒരുപാട് തൊട്ടടുത്ത് തന്നെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഒരു മരത്തിൻ്റെ മേപ്പോട്ട് നോക്കിയപ്പം ഒരുപാട് മാമ്പഴങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്കത് പറിക്കാനൊന്നും അലോടില്ല കേട്ടോ. പിന്നീട് ഞാൻ നേരെ മുമ്പോട്ട് നടന്നപ്പം ഇവിടെ ഒരുപാട് ക്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിണർ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കിണർ കൂടിയാണ് ഇത്. ഈ ഒരു കോട്ടയുടെ ഗാംഭീര്യം അതൊരു വേറെ ലെവൽ തന്നെ. ഇനിയിപ്പം ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കഴിഞ്ഞു പോയ കഥകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഉൾപ്പെടുത്തി കളയാം. നമ്മുടെ കേരളത്തിലെ 7ഓളം കോട്ടകളിൽ നിന്നും നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള നമ്മുടെ ഈ ഒരു ബേക്കലം കോട്ട കേരളത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കോട്ട എന്നുള്ള ഒരു വിശേഷം കൂടി ഈ ഒരു കോട്ടയ്ക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏഷ്യൻ വൻകരയിലെ പ്രധാന കോട്ട എന്നുള്ള ഒരു ബഹുമതിയും കൂടി. നമ്മുടെ കടൽ തീരത്ത് നിന്നും 30 ഏക്കറോളം പരിസരത്താണ് നമ്മുടെ ഈ ഒരു ബേക്കലം കോട്ടയുടെ കിടപ്പ് തന്നെ. കടൽ നിരപ്പിൽ നിന്നും 300 അടി ഉയരത്തിലുള്ള കുന്നിൻ്റെ മുകളിൽ. പടിഞ്ഞാറ് ഭാഗം 2 ഭാഗവും അറബിക്കടലായത് കാരണം അറബിക്കടലിൻ്റെ മൃദുലമായ തലയോടൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബേക്കലം കോട്ടയുടെ കിടപ്പ് തന്നെ. നമ്മുടെ ഈ ഒരു ബേക്കലം കോട്ടയ്ക്ക് നമ്മളോട് ഒരുപാട് കഴിഞ്ഞു പോയതായിട്ടുള്ള കഥകളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബേക്കലം കോട്ടയ്ക്ക് പറയാനുള്ള കഥകളും കൂടി നമുക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ ബേക്കലം കോട്ടയെ ചുറ്റും വലം വെച്ച് വീശിയടിക്കുന്ന കാറ്റുകൾക്ക് പോലും കഴിഞ്ഞു പോയതായിട്ടുള്ള ഒരുപാട് ചോരച്ചൂരിൻ്റെ ഗന്ധമുള്ള കഥകളാണ് നമ്മളോട് പറയാനുള്ളത്. ഈ ഒരു ജയിലറ പോലുള്ള കെട്ടിടം എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും എൻ്റെ ഭാഗത്തുനിന്ന് സംശയങ്ങൾ ബാക്കിയാണ്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ. കഴിഞ്ഞുപോയ കാലങ്ങളിലെ രാജാക്കന്മാർ ബന്ദികളെ തടവിലാക്കുന്ന ഒരു തടവറ എന്നാണ് എൻ്റെ ഒരു സംശയമെങ്കിലും ഈ ഒരു സംശയം ബാക്കി തന്നെ കിടക്കുകയാണ്. എത്ര കോട്ടകളാണ് ഇതിൻ്റെ അകത്തോട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. കോട്ടയുടെ ഈ ഒരു ഭാഗത്തോട്ട് എത്തുന്തോറും നമ്മുടെ കടലിൻ്റെ അടുത്തോട്ട് എത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. AD 12-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ മൂഷിക രാജവംശത്തിൻ്റെയും കദംബര രാജവംശത്തിൻ്റെയൊക്കെ കീഴിലായിരുന്നു നമ്മുടെ ഈ ഒരു പ്രദേശം തന്നെ. 1560 കാലഘട്ടങ്ങളോട് കൂടി കോലോത്തരി രാജാക്കന്മാരാണ് ഈ ഒരു കോട്ട പണിയിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നതെങ്കിലും പിന്നീട് ഈ ഒരു കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലാവുകയായിരുന്നു. 1565 കാലഘട്ടങ്ങളോടുകൂടി തളിക്കോട്ട യുദ്ധത്തിലൂടെ വിജയ സാമ്രാജ്യം പരാജയപ്പെടുകയും പിന്നീട് നമ്മുടെ കുമ്പള ഇക്കേരി നായക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ബദനൂർ രാജാവിൻ്റെ അധീനതയിലായി ഈ ഒരു കോട്ടയും ഈ ഒരു പ്രദേശം തന്നെ. നമ്മുടെ ബദനൂർ രാജാവിൻ്റെ വംശമായിട്ടുള്ള ശിവപ്പ നായിക്കാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചതാണെന്നെങ്കിൽ പോലും ഒരുപാട് പഴയതായിട്ടുള്ള പുരാതന ഗവേഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കോലോത്തിരി രാജാക്കന്മാരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം എന്നതാണ്. 1573 കാലഘട്ടങ്ങളോടുകൂടി മൈസൂർ രാജാവായ ഹൈദരാലി, അതായത് നമ്മുടെ ടിപ്പു സുൽത്താൻ രാജാവിൻ്റെ പിതാവായ ഹൈദരാലി,
ബദനൂർ രാജാവും ഹൈദരാലി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ബദനൂർ രാജാവ് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഈയൊരു കോട്ട ഹൈദരലി രാജാവിൻ്റെ അധീനതയിലായി. പിന്നീട് നമ്മുടെ ഹൈദരാലി രാജാവിൻ്റെ മകനായിരുന്ന ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടങ്ങളിൽ ഈ ഒരു പ്രദേശം തന്നെ മലനാടൻ പ്രദേശം, തുളുനാടൻ പ്രദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മലനാടൻ തുളുനാടൻ ഭരണപ്രദേശമായ നമ്മുടെ ബേക്കലംകോട്ട പ്രദേശം 1592 കാലഘട്ടങ്ങളിൽ വളരെ ചതിയോടും വഞ്ചനയോടും കൂടി തന്നെ ബ്രിട്ടീഷ് ഈ ഒരു പ്രദേശവും ഈ കോട്ടയും കൈക്കലാക്കി എന്നതാണ് മറ്റൊരു നഗ്നമായ സത്യം. ഈ ഒരു കോട്ടയ്ക്കകത്ത് മതിലിനിടയിൽ നിറയെ കള്ള അറകളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കള്ളറകൾ നിർമ്മിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഒരുപാട് ആളുകൾ വളരെ തെറ്റിദ്ധാരണയോട് കൂടിയാണ് ഇതൊക്കെ കാണാറുള്ളത്. ഇതൊരു ഹെയർ സർക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പലവരുടെയും തെറ്റായ ധാരണ. ഈ ഒരു ഓടയിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിലൂടെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ നമുക്ക് നന്നായി കാണാൻ കഴിയും. പിന്നീട് ആ ചെറുതായിട്ടുള്ള ഒരുപാട് ഹോൾസുകളും കാര്യങ്ങളൊക്കെ, അതായത് രാജാക്കന്മാരുടെ ഭടന്മാരായിട്ടുള്ള യോദ്ധാക്കൾക്ക് അവരുടെ തോക്കുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് ഒളിച്ചു വച്ചതിന് ശേഷം പിന്നീട് ശത്രുക്കൾ കടൽ മാർഗം ഈ ഒരു ഭാഗത്തോട്ട് ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള സമയത്ത് അവർക്ക് നേരെ നിറയൊഴിക്കാനുള്ള തന്ത്രങ്ങളാണ് ഒരു ചെറിയ ചെറിയ മാളങ്ങളുടെ ലക്ഷ്യം തന്നെ. നമുക്ക് ഇവിടെ ഒരുപാട് ബദാമിൻ്റെ മരങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം അതിലിപ്പോൾ കാണുന്നു കായൊക്കെ ആയിട്ടുണ്ട്, കാണാൻ കഴിയുക. ബേക്കലംകോട്ട വന്നിട്ട് ഹെലികോപ്റ്റർ കണ്ടിട്ടാന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ താഴെ പോകേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ കാണാൻ കഴിയും. ഏതായാലും മഴക്കാറുണ്ട്. മഴ പെയ്ത കേസ് ഞാൻ ഏതായാലും പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയുടെ തുടക്കത്തിലാണ് ഇവിടെ കാണുന്നത്. നല്ല പോലെ നമ്മുടെ കോട്ടനെ തന്നെ വലം വെച്ച് ചുറ്റി വീശിയടിക്കുന്ന കാറ്റുകളാണ്. കണ്ട എന്താ ഒരു ഭംഗി നോക്കിയാൽ, വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ ഈ ഒരു സമയം. അപ്പോൾ അല്ല ഒന്നുകൂടെ പാടിപ്പോന്നാണ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കുറിച്ച് എൻ്റെ കുട കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും നനയല്ലാണ്ട് മാറ്റി ഒരു മാർഗം എനിക്ക് കാണുന്നില്ല. ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് എത്താൻ കുറച്ചും കൂടി ഞാനില്ല. പക്ഷെ വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ പ്രകൃതിയുടെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. ഈ ഒരു എന്ത് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ഞാൻ എന്തോ ആ ഒരു ഭാഗത്തോട്ട് പോകണമെന്നാണ് ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ക്യാമറ
ഒരു പുല്ലും ആവില്ല. പക്ഷേ ഞാൻ നനഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ നനയും. അത് നനഞ്ഞ വല്ലാത്തൊരു പ്രശ്നം. പിന്നീട് നമുക്ക് നടക്കാനൊരു ഡിസ്കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്യുക. ഏതായാലും നമ്മുടെ ഈ ഒരു ബാക്കലങ്കോട്ടെ ഏകദേശം ഞാൻ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നല്ല മഴയാണ്, കോട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നമ്മുടെ ബാക്കലങ്കോട്ടയെ കുറിച്ചുള്ള എക്സ്പ്ലോറിങ് കാര്യങ്ങളോ എൻ്റെ ഭാഗത്ത് വല്ല തെറ്റുകളോ കാര്യങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ട ശേഷം മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ ഒരു കാരണത്താലും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് ഒരുപാട് നല്ല നല്ല എക്സ്പ്ലോറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.